ഉത്തരേന്ത്യയിലെ വിദ്വേഷ ലബോറട്ടറികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നുണബോംബുകൾ കേരളത്തെ ലക്ഷ്യം വെച്ച് തുടങ്ങിയിട്ട് നാളുകളേറെയായി. മനുഷ്യരെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാനുള്ള രാഷ്ട്രീയ കുതന്ത്രങ്ങളുമായി വന്ന കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമയെ പരിഹാസത്തോടെ തള്ളിക്കളഞ്ഞവരാണ് മലയാളികൾ. നൂറ്റാണ്ടുകളായി മലയാള മനസ്സുകളിൽ ആഴ്ന്നു കിടക്കുന്ന മതേതര സാഹോദര്യ ബോധത്തിന്റെ അടിവേരുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കഥ ഈ നാടിൻ്റെതല്ലെന്ന് നാം ഉറപ്പിച്ചു പറഞ്ഞു. വിശ്വാസങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും പരസ്പരം ചേർന്നും കലർന്നും കിടക്കുന്ന നമ്മുടെ നാടിന്റെ സവിശേഷത ഉയർത്തിക്കാട്ടി വർഗീയ രാഷ്ട്രീയത്തെ നാം പടിക്ക് പുറത്താക്കി. എന്നിട്ടും നുണക്കഥകൾ ആവർത്തിക്കുകയാണ്. ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ കഴുത്തിന് പിടിച്ച് ബലമായി ബീഫ് കഴിപ്പിക്കുന്ന നാടാണ് കേരളം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമാ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായി മാറുകയാണ്. കടയിൽ നിന്ന് പോത്തിറച്ചി വാങ്ങി ഫ്രൈ ചെയ്തും വരട്ടിയും ഉലത്തിയും കറി വെച്ചും വേണമെങ്കിൽ അച്ചാറിട്ടും പങ്കുവെച്ച് കഴിക്കുന്ന മലയാളികൾ, ഒപ്പം ബീഫ് കഴിക്കാത്തവർ എല്ലാവരും ഒന്നിച്ചു നിന്ന് പറയുന്നുണ്ട്, കേരളം നമുക്കറിയാത്ത നാടല്ലല്ലോ സാറേ എന്ന്. ഈ നാട്ടിലെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ആ നുണക്കഥയ്ക്ക് കൈയടിക്കുന്നുണ്ടെങ്കിൽ, രഹസ്യമായി നമ്മുടെ നാടിനെ ഒറ്റുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ തിരിച്ചറിയണം. ന്യൂസ് ബസ് ചർച്ച ചെയ്യുന്നു, ആർക്കു വേണ്ടിയാണ് ഈ നുണക്കഥ?